ഹായ് ഓൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയണ്ടേ? ക്യാരറ്റ് തോരനാണ് കേട്ടോ. വെറും ക്യാരറ്റ് തോരനല്ല, ക്യാരറ്റിലെ വിറ്റാമിനുകൾ ഒട്ടും നഷ്ടപ്പെടാതെയും അതേസമയം നല്ല മുരിഞ്ഞ രുചിയിൽ എങ്ങനെ തയ്യാറാക്കാം എന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. വെള്ളം ഒട്ടും ചേർക്കാതെ ക്യാരറ്റ് വേവിക്കുന്ന രീതിയും തോരൻ പ്രത്യേക രുചി നൽകുന്ന ഒരു സീക്രട്ട് ചേരുവയും ഞാൻ ഇതിൽ പറയുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക, കാരണം ഇടയ്ക്കിടെ ഒരുപാട് കുക്കിംഗ് ടിപ്സും ഈ വീഡിയോയിലുണ്ട് കേട്ടോ. അപ്പോൾ വേഗം നമുക്ക് തുടങ്ങാം. അപ്പം നമ്മുടെ ക്യാരറ്റ് തോരൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ആദ്യം തന്നെ ഞാനിവിടെ 1/2 കിലോ ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. തൊലിയൊക്കെ കളഞ്ഞ് നന്നായി കട്ടാക്കി എടുത്തതാണ് കേട്ടോ. ഇതാ ഒരു ബൗളിലോട്ട് ചേർത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് കട്ടാക്കി എടുക്കാം. അപ്പോൾ ഫസ്റ്റിലെ ടിപ്സ് പറഞ്ഞത് നമുക്ക് ചെറുതാക്കി കട്ടാക്കണ്ട കേട്ടോ. മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്യുക ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് സിമ്പിളാണല്ലോ ഇത് ഉണ്ടാക്കിയെടുക്കാനും നമുക്ക് കട്ട് ചെയ്യേണ്ട ടൈമൊന്നും വേസ്റ്റ് ആവില്ല. അപ്പോൾ ഞാൻ 2 ഭാഗമായിരുന്നു കേട്ടോ നമ്മളിതിങ്ങനെ ക്രഷ് ചെയ്തെടുക്കണേ. അപ്പോൾ നമുക്ക് ഫസ്റ്റിലെ ഭാഗത്തിലോട്ട് ഇതിലോട്ട് ചുവന്നുള്ളി ഒരു 15 ചുവന്നുള്ളി ചേർത്തി കൊടുക്കാം. അപ്പോൾ ഇത് ചെറിയ ചുവന്നുള്ളി ആയിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ വലുതാണെങ്കിൽ നിങ്ങളൊരു 5ഓ 6ഓ എടുത്താൽ മതി. 2 എരിവുള്ള നല്ല പച്ചമുളകും ഒരു 2 കറിവേപ്പിലയും കൂടി ചേർത്തി കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂണോളം നമുക്ക് ചെറിയ ജീരകം ചേർത്തി കൊടുക്കാം. നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ തോരൽ നമ്മുടെ ഈ ചെറിയ ജീരകമൊക്കെ ഉണ്ടായാൽ. ഇനി നമുക്കിതൊന്ന് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഒന്ന് ക്രഷാക്കി എടുക്കാം. ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ. കൂടുതൽ നിന്ന് അരഞ്ഞെടുക്കരുത്. അപ്പോൾ നമ്മളെ തോരലിലെ ടേസ്റ്റൊക്കെ പോകുകയെ. ഇതുപോലെ വേണ്ട കേട്ടോ നമുക്ക് ക്രഷ് ചെയ്തെടുത്താൽ. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമുക്ക് നമ്മുടെ കുറച്ചും കൂടി നമുക്ക് ക്യാരറ്റ് ഒന്നും കൂടി ക്രഷ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ഭാഗം കൂടി നമുക്ക് വീണ്ടും ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ക്യാരറ്റ് കഴിക്കാൻ മടിയുള്ളവർക്കൊക്കെ നമുക്കിതാ ഇതുപോലെ തോരൻ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തേക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഐറ്റാണ്. അപ്പോൾ ഇതാട്ടെ നമ്മൾ എല്ലാതും ഇതുപോലെ നമ്മൾ പാത്രത്തിലോട്ട് നമുക്ക് ഒഴിച്ചെടുക്കാം. ക്യാരറ്റ് വെച്ചിട്ട് ഞാൻ കുറേ ജ്യൂസ് റെസിപ്പികളും ഒക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ അതൊക്കെ കണ്ടൊക്കെ ഞാൻ അതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടി കട്ടിയുള്ള ചട്ടിയോ അതുപോലെ തന്നെ നോൺ സ്റ്റിക്ക് പാത്രങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കുക. എന്ന് വെച്ചാൽ നമ്മൾ വെള്ളം ഉപയോഗിക്കാതെയാണല്ലോ ഈ തോരൻ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിതാ ഞാനൊരു നോൺ സ്റ്റിക്ക് പാത്രമാണ് വെച്ചെടുക്കുന്നത്. അതിലോട്ട് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്തി കൊടുക്കാം. വെളിച്ചെണ്ണ ചേർത്തിയാലാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂണോളം കടുക് ചേർത്തി കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും ഒരു മീഡിയം സൈസ് സവാള നമുക്ക് ചെറുതായി കട്ടാക്കിയത് കൊണ്ട് ചേർത്തി കൊടുക്കാം. ഇനി നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തി കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തി കൊടുക്കാം. വീണ്ടും നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. ഇതുപോലെ ഒരു ബ്രൗൺ കളറായിരിക്കുമ്പോൾ നമ്മളെ ക്രഷ് ചെയ്ത് വെച്ച നമ്മുടെ ക്യാരറ്റ് ഉണ്ടല്ലോ അതും കൂടി ഇതിലോട്ട് ചേർത്തി കൊടുത്തിട്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടിയും ചേർത്തി കൊടുത്തിട്ട് വീണ്ടും മിക്സാക്കി എടുക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ചാൽ മതി കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് കുക്കായി കിട്ടും. ക്യാരറ്റ് ആയതുകൊണ്ട്. പിന്നെ അതുമാത്രമല്ല നമ്മളിങ്ങനെ ചെറുതാക്കിയിട്ടാണല്ലോ ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്തിരിക്കുന്നത്. അത് കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും കേട്ടോ. ഒരു നുള്ളു വേണമെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ചേർത്തി കൊടുക്കാം. എന്ന് വെച്ചാൽ പഞ്ചസാര ചേർക്കുന്നത് നന്നായിരിക്കും. ഇത് തോരലിൽ മധുരം നൽകിയില്ല, പകരം ആ കളറൊക്കെ നന്നായി കറക്റ്റായി നിലനിർത്താൻ സഹായിക്കുകയും നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം കേട്ടോ. ഞാനിവിടെ ചെയ്തിട്ടില്ല, പക്ഷെ ഞാൻ ഓപ്ഷനിലാണ്. അങ്ങനെ ചെയ്താൽ നല്ല അടിപൊളിയായിട്ടുള്ള ഓറഞ്ച് കളറിൽ തന്നെ നമ്മളെ തോരന് റെഡിയാകും. അപ്പോൾ ഇത് 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് തുറന്നേക്കാൻ കേട്ടോ. നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് നമ്മൾ ഇതിലോട്ട് ചേർത്തി കൊടുക്കുകയാണേ. അത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. 1 കപ്പ് തേങ്ങയാണ് കേട്ടോ. തേങ്ങയും കൂടി നമുക്ക് ഇതിലോട്ട് ചേർത്താൽ അടിപൊളിയായിരിക്കും. ക്യാരറ്റ് അധികം വേവിച്ച് ഉടക്കരുത് കേട്ടോ. ഒരു 3/4 ഭാഗം വേവാകുമ്പോൾ തന്നെ നമ്മൾ തേങ്ങ ചേർക്കുന്നതാണ് നല്ലത്. എങ്കിലേ ക്യാരറ്റിൽ ആ പോഷകങ്ങൾ നഷ്ടപ്പെടാതെ നമുക്ക് കിട്ടുള്ളൂ. ഇനി നമുക്ക് 1 ടീസ്പൂണോളം നമ്മുടെ ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്തി കൊടുക്കാം കേട്ടോ. ഇതും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഈ പാകത്തിന് കിട്ടിയാൽ കഴിക്കാൻ നല്ല ക്രഞ്ചിയുമായിരിക്കുമേ. ആ വെളിച്ചെണ്ണയുടെയും ചെറുജീരകത്തിൻ്റെയൊക്കെ ആ ഒരു കലർന്ന മണം ശരിക്കും വിശപ്പ് കൂട്ടുകയാണല്ലേ. ക്യാരറ്റ് ഈ പാകത്തിന് വെന്ത് വരുമ്പോൾ കിട്ടുന്ന ആ ഒരു പ്രത്യേക സ്മെല്ലുണ്ടല്ലോ, അതൊന്ന് അനുഭവിച്ച് തന്നെ അറിയണം. നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ നാടൻ ക്യാരറ്റ് തോരൻ തയ്യാറാക്കുന്ന വിധം എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? ക്യാരറ്റ് അധികം വെന്തു പോകാതെ ശ്രദ്ധിച്ചാൽ ആ ഒരു ക്രിസ്പിനെസ് നിലനിർത്താൻ സാധിക്കും. ചോറിനും ചപ്പാത്തിക്കുമൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഏറ്റവും എളുപ്പമുള്ള സൈഡ് ഡിഷാണിത്. നിങ്ങൾ എല്ലാവരും വീട്ടിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ആ ഒരു അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇറ്റ്സ് മീ യാസി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.